Hello dear students. Today let us discuss the section 4.2. That is the Lebesgue integral of a bounded measurable function over a set of finite measure. Now we are going to define the integral of a simple function. എന്താണ് simple function? നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് simple function denote ചെയ്യുന്നത് psi ആണ്. So a measurable real valued function defined on a set E is said to be simple provided it takes only finite number of real values. അല്ലേ? അപ്പോൾ അതിൻ്റെ ഫൈനൈറ്റ് മിനി റിയൽ വാല്യൂസ് മാത്രമാണ് അറ്റൈൻ ചെയ്യുമെങ്കിൽ അങ്ങനെയാണ് സിമ്പിൾ ഫങ്ഷൻസ്. അപ്പോൾ അത് അറ്റൈൻ ചെയ്യുന്ന വാല്യൂസ് A1 A2 എക്സെട്ര AN ആണെന്ന് സപ്പോസ് ചെയ്തു. ഓക്കെ, ഇനി സൈ മെഷറബിൾ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു A1 അല്ലെങ്കിൽ ജനറൽ AI എന്ന് പറയുന്നത് മെഷറബിൾ ആണ് അല്ലേ? അപ്പോൾ ഈ സെറ്റ് മെഷറബിൾ ആണ്. ഈ സെറ്റ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? സൈ ഇൻവേഴ്സ് ഓഫ് AI ആണിത് അല്ലേ? അതായത് AIയിലേക്ക് മാപ്പ് ചെയ്യുന്ന സൈ മാപ്പ് ചെയ്യുന്ന ഈയുടെ ഇലമെൻറ്റ്സ്. സോ ദിസ് ഈസ് സൈ ഇൻവേഴ്സ് ഓഫ് AI. അങ്ങനെയാണ് EI എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം സിമ്പിൾ ഫംഗ്ഷൻസിനെ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഇതാണ് EI എങ്കിൽ. ആൻഡ് ദിസ് AIs ആർ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആൻഡ് EJs ആർ or EIs ആർ disjoint sets, right? That is, this psi can be written as sigma I equal to 1 to n AI chi EI on E, and where this EI is psi inverse of AI. ഇതാണ് canonical representation. ഇങ്ങനെയാണെങ്കിൽ integral of psi എന്ന് പറയുന്നത് sigma I equal to 1 to n AI measure of EI ആണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ സിമ്പിൾ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇൻറ്റഗ്രൽ ഓഫ് സൈ ഓവർ ഈസ് ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n AI മെഷർ ഓഫ് EI. ദെൻ ഫസ്റ്റ് ലെമ്മ, കളക്ഷൻ EI equal to 1 to n be a finite disjoint collection of measurable subsets of a set of finite measure E, and this AI be a real number. ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നേരത്തെ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ എഴുതാം. നമ്മൾ തൊട്ട് മുമ്പ് ഡെഫിനിഷനിൽ പറഞ്ഞു. ഇവിടെ AI റിയൽ നമ്പർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ A1 1 ആവാം, A2 2 ആവാം, A3 വീണ്ടും വേണമെങ്കിൽ 1 ആവാം, A4 1 ആവാം വേണമെങ്കിൽ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് A5 വേണമെങ്കിൽ 2 ആവാം അല്ലേ? റിയൽ നമ്പറാണ്. അല്ലെങ്കിൽ 1.1 എന്നാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് അല്ല. പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിലും ഇങ്ങനെ ഫൈനെ സിഗ്മ ഈക്വൽ ടു 1 to n AI chi EI ഓൺ ഇത് കനോണിക്കൽ റെപ്രസെൻ്റ് എഴുതി EI AI എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിലും ഇൻറ്റഗ്രൽ ഓഫ് ഫൈ ഓവർ E ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് സിഗ്മ ഈക്വൽ ടു 1 to n AI മെഷർ ഓഫ് EI. ഇതാണ് ലെമ്മ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. E1 E2 എക്സെട്ര EN എന്ന് പറയുന്നത് ഡിസ്ജോയിൻ്റ് ആണ്. പക്ഷേ ഈ A1 A2 എക്സെട്ര എന്ന് പറയുന്നത് ഡിസ്ജോയിൻ്റ് ആണോ അല്ലയോ തരാത്തത് കൊണ്ട് ഇത് വേണമെങ്കിൽ ആവാം, അല്ലാത്താവാം. അതുകൊണ്ട് അത് കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ A1 എന്ന് പറഞ്ഞത് 1 ആണെന്ന് വിചാരിച്ചോളൂ, A2 എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിച്ചോളൂ, A3 എന്ന് പറയുന്നത് വീണ്ടും 1 ആണ്, A4 എന്ന് പറയുന്നത് 1 ആണ്, A5 എന്ന് പറഞ്ഞത് എഗൈൻ ഒരു 3 ആണെന്ന് വിചാരിച്ചോളൂ, A6 എന്ന് പറയുന്നത് വീണ്ടും 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഏതൊക്കെയുണ്ട്? 1 2 3 3 വാല്യൂസ് ആണുള്ളത് അല്ലേ? അപ്പോൾ ആ 1നെ ഞാൻ λ1 എന്ന് ഡിനോട്ട് ചെയ്തു. λ2 എന്ന് പറയുന്നത് അടുത്ത വാല്യൂ ഏതെങ്കിലും ഇപ്പോൾ 1 ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു വാല്യൂ 2 എന്ന് ഡിനോട്ട് ചെയ്തു. λ3 എന്ന് പറയുന്നത് ബാക്കിയുള്ളത് 3 ആണ്. ഓക്കെ, ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ λIയുടെ ഇനിയൊരു ക്യാപിറ്റൽ IJ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ IJ എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മ ഉണ്ടാവണേ. ഓക്കെ, ഇനി നമുക്കത് ബാക്കി പറയാം. സോ വി മസ്റ്റ് അക്കൗണ്ട് ഫോർ ദ possible repetitions. Let λ1 λ2 etc. λm be the distinct values taken by phi. അല്ല, ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആൻഡ് വി ആർ ഡിഫൈനിങ് AJ ആസ് x belongs to E phi of x equal to λj. ഇപ്പോൾ ഈ λj's ഒക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. എന്താണത്? ഇൻറ്റഗ്രൽ
കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്യാം. ഇൻറ്റഗ്രൽ ഓവർ ഇ ഇൻറ്റഗ്രൽ ഫൈ ഓവർ ഇ വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 to m ലാംഡ ജെ മെഷർ ഓഫ് ഇ ഐ അല്ലേ. കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എഴുതാം. ഇനി ഐ ജെ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഇൻഡീസസ് ഉണ്ട്. ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര എൻ ഫോർ വിച്ച് എ ഐ ഇസ് ഈക്വൽ ടു ലാംഡ ജെ. അപ്പോൾ ഐ ജെയിൽ ഏതൊക്കെ വരും? ഇപ്പോൾ I1 ആണെന്ന് വിചാരിക്കും. I1 എന്ന് പറഞ്ഞാൽ ലാംഡ 1 ഏതൊക്കെ കറസ്പോണ്ടിങ് എ ഐസിനാണ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ലാംഡ 1 1 അല്ലേ, A1 1 ആണ്, അപ്പോൾ I1ൽ 1 വരും. A3 1 ആണ്, അപ്പോൾ 3 വരും. A4 1 ആണ്, അപ്പോൾ 4 വരും. ഓക്കെ. അതേപോലെ I2ൽ ഇപ്പോൾ ഏതൊക്കെയാണ് വരിക? I2ൽ ഏതൊക്കെയാണ് 2 വരുന്നത്? അത് ലാംഡ 2 വരുന്നത് അല്ലേ. 2ഉം വരും 6ഉം വരും. ഓക്കെ. അതുപോലെ ഇനി നമ്മളത് അങ്ങനെ ഒരു ഐ ജെ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻഡീസസ് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ കളക്ഷൻ I1 to etc n is equal to യൂണിയൻ j equal to 1 to m ij. ശരിയാണല്ലേ. നമ്മൾ ഈ 1 to mനെയാണ് A1 A2 etc nനെയാണ് എന്താ പറയുക റിപ്പീറ്റേഷൻ വരുന്നതിനൊക്കെ കുറേ ഐസിനൊക്കെ റിപ്പീറ്റേഷൻ വരുന്നെങ്കിൽ അതിന് പറഞ്ഞൊരു ലാംഡ 1, കുറേ വേറെ കുറച്ച് ഏസുകളുടെ ഒരു ലാംഡ 2 എന്നിട്ട് നോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള യൂണിയൻ എന്ന് പറയുന്നത് നേരത്തെ കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ യൂണിയൻ വരുമ്പോൾ കളക്ഷൻ I1 to n equal to യൂണിയൻ j equal to 1 to m ij. And the union is disjoint. Moreover, by the finite additivity of measure of Aj can be written as sigma I belongs to Ij measure of Ei. Okay. അതെന്തുകൊണ്ടാണ് എ ഐസ് നമ്മൾ എടുക്കുന്നത്? ഇ ഐ എന്ന് പറയുന്നത് ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ. ഡിസ്ജോയിൻ്റ് ആണ്. എ ഐസ് എന്ന് പറയുന്ന ഇലമെൻ്റ് എങ്ങനെയാണ് നോക്കി എടുത്തിട്ടുള്ളത്? നമ്മൾ ഫൈ എന്ന് പറയുന്നത് കളക്ഷൻ സിഗ്മ സമ്മേഷൻ ഐക്കോട്ട് 1 to n എ ഐ കൈ ഇ ഐ ആണ് അല്ലേ. ഇ ഐ എന്ന് പറയുന്നത് എ ഐ അറ്റൈൻ ചെയ്യുന്ന ഇലവൻസ് ആണ് അല്ലേ. അങ്ങനെയുള്ള എ ഐകളൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുത്തു? അങ്ങനെയാണ് ലാംഡ ഐസ് നമ്മൾ അല്ലെങ്കിൽ ലാംഡ ജേസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ലാംഡ ജേസ് ഫൈ ലാംഡ ജെ അറ്റൈൻ ചെയ്യുന്നതാണ് എ ജെ എന്ന് പറയുന്നത്. അപ്പോൾ ഇ ഐയും എ ജെയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ശരിയല്ലേ. ഇ ജെസ് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് എ ജെസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പം മെഷർ ഓഫ് എ ജെ എന്ന് പറയുമ്പോൾ എന്ത് വരും? പല ഇ ജെകളിലുള്ള, അതായത് എ ഐസ് ഒന്നും ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്തത് കൊണ്ട് അത് പലയിടത്ത് ഉണ്ടെങ്കിൽ അതിന് സിഗ്മ ഐ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഐ ജെ മെഷർ ഓഫ് ഇ ഐ എന്ന് പറയുമ്പോൾ സ്മോൾ മെഷർ ഓഫ് എ ജെ എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് ആവശ്യമുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ മെഷർ ഓഫ് ഇ ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ. സോ 1 to n ആണ് കേട്ടോ ഇവിടെ. 1 to n ആയിട്ട് j ഈക്വൽ ടു 1 to m ആകുമ്പോൾ എന്താ വരിക? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു A1 A2 ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന കാണിച്ചു തന്നില്ലേ, അതുപോലെ വരുമ്പോൾ j ഈക്വൽ ടു 1 to m ഐ ബിലോങ്സ് ടു ഐ ജെ ആണെങ്കിലാണ് ഈ കംപ്ലീറ്റ് കണക്ഷൻ 1 to n വരുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ ഈക്വൽ ടു 1 to n പകരം സിഗ്മ j ഈക്വൽ ടു 1 to m സിഗ്മ ഐ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഐ ജെ എന്ന് എഴുതാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയാണെങ്കിലേ നമുക്കിത് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സിഗ്മ ഐ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഐ ജെ മെഷർ ഓഫ് ഇ ഐ മെഷർ ഓഫ് എ ഐ ആവാം. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ. ഇനി ഈ എ ഐസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറേ എ ഐസ് സെയിം ആണെങ്കിൽ അത് ലാംഡ ജെ ആയിട്ട് ഡിനോട്ട് ചെയ്യും അല്ലേ. സോ j ഈക്വൽ ടു 1 to m ലാംഡ ജെ എന്ന് വരും. ബാക്കിയുള്ളത് സിഗ്മ ഐ ബിലോങ്സ് ടു ജെ മെഷർ ഓഫ് ഇ ഐ. ഇതിന് നമുക്ക് മെഷർ ഓഫ് എ ജെ എന്ന് എഴുതാം. ഇത് ഇസ് നത്തിങ് ബട്ട് വി ഓൾറെഡി നമ്മളിത് കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ j ഈക്വൽ ടു 1 to m ലാംഡ ജെ മെഷർ ഓഫ് എ ജെ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് ഐ ഓവർ ഇ ആണ്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ അത് കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ എങ്ങനെ എഴുതാം എന്ന് കിട്ടി അല്ലേ. നെക്സ്റ്റ് പ്രപ്പോസിഷൻ കുറച്ചുകൊണ്ട് ഈസിയാണ്. ലീനിയാരിറ്റി ആൻഡ് മോണോട്ടോണിസിറ്റി ഓഫ് ഇൻറ്റഗ്രേഷൻ. ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ? സമ്മും സ്കാലാർ മൾട്ടിപ്പിളും ലീനിയർ കോമ്പിനേഷൻ ഡിഫറൻസ് അതെല്ലാം അല്ല. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സമ്മും ഡിഫറൻസും സ്കാലാർ മൾട്ടിപ്പിളും ഒക്കെ വന്നു. അതെല്ലാം എന്താണ്? ഇൻറ്റഗ്രൽ ഓഫ് ലീനിയർ കോമ്പിനേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എന്നുള്ള ഫോർമുല അല്ലേ. ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഐ ഓവർ ഇ പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ സൈ over e. അപ്പോൾ integral of sum equal to sum of integrals and the
സ്കാലർ ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ഫ്രം ദ ഇൻറ്റഗ്രൽസ് ആൻഡ് എക്സെട്ര അല്ലേ. അതേപോലെ മോണോട്ടോണിസിറ്റി എന്ന് പറയുമ്പോൾ ഇഫ് ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ദെൻ ഇൻറ്റഗ്രൽ ഓഫ് ഫൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് സൈ. അപ്പോൾ ഫൈ സൈ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ ഫങ്ഷൻസ് ആണ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. നൗ വി ഹാവ് ടു പ്രൂവ് ദിസ് വൺ. Now since this phi and psi take only finite number of values, അതെന്തുകൊണ്ടാണ് സിമ്പിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് they take only finite number of values on E. We may choose finite disjoint collection EI. ഇപ്പോൾ ഇതിനൊരു ഫൈനൈറ്റ് വാല്യൂസ് A1 A2 എക്സെട്ര ഒരു A100 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ A1 അറ്റൈൻ ചെയ്യുന്ന ഈത്തെ എല്ലാത്തിനെയും കൂടി E1-ലിടും അല്ലേ. A2 അറ്റൈൻ ചെയ്യുന്ന എല്ലാത്തിനെയും കൂടി E2-ലിടും. അതായത് E2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരുന്നത് ശരിക്കുകയാണെങ്കിൽ ഈ 100 എന്ന് പറഞ്ഞാൽ x belongs to E such that phi of x equal to 100 അല്ലേ. അതുപോലത്തെ വാല്യൂസ്. അതേപോലെ തന്നെ സൈ ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് സൈക്ക് ഇതുപോലെ ഒരു B1 B2 എക്സെട്ര ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ. വി മേ ചൂസ് ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് collection EI of measurable subsets of E, the union of which is such that phi and psi are constant on each EI. For each I 1 less than or equal to I less than or equal to n, let AI and BI respectively be the values taken by phi and psi on EI. നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സോ കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ അപ്പോൾ ഉണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിലും തൊട്ട് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു, ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ കനോണിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ കറക്റ്റ് ആണ്. അല്ലെങ്കിലും നമുക്ക് ഇൻറ്റഗ്രൽ ഓഫ് ഫൈനെ ഈ ഒരു ഫോമിൽ എഴുതാം എന്നാണ് തൊട്ട് മുമ്പത്തെ ലെമ്മ പറഞ്ഞല്ലേ. സോ ഇൻറ്റഗ്രൽ ഓവർ ഫൈ ഓവർ ഇ ക്യാൻ ബി റിട്ടൺ ആസ് sigma equal to 1 to n AI measure of EI and integral over psi over E is equal to sigma equal to 1 to n PI measure of EI. നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്, അതിൻ്റെ സമ്മും സ്കെലാർ മൾട്ടിപ്പിളൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഹവർ ഫൈ സൈ എന്ന് പറയുന്നത് സിമ്പിൾ ഫങ്ഷൻസ് ആണെങ്കിൽ ആൽഫ സൈ ബീറ്റ സൈയും എന്തായിരിക്കും, സിമ്പിൾ ഫങ്ഷനാണ്. മാത്രമല്ല ആൽഫ AI ബീറ്റ BI ഓൺ ക്യാപിറ്റൽ EI ഇറ്റ് ടേക്സ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് അല്ലേ. അപ്പോൾ അതും സിമ്പിൾ ഫംഗ്ഷനാണ്, അതിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അത് ഏതൊക്കെ ഈ വാല്യൂസാണ് അറ്റൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറം അനുസരിച്ച് എന്ത് എഴുതാം, ഇൻറ്റഗ്രൽ ഓവർ ഈ ആൽഫ. അപ്പോൾ ഇതൊറ്റ സിമ്പിൾ ഫംഗ്ഷൻ ആയിട്ടാണ്. ദിസ് ഇസ് ഈക്വൽ ടു 1 to n. ഇത് അറ്റൈൻ ചെയ്യുന്ന വാല്യൂസ് അല്ലേ, ആൽഫ AI പ്ലസ് ബീറ്റ BI ഇൻ ടു മെഷർ ഓഫ് EI വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇത് സമ്മൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്കത് ഇത് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടുന്ന് ആൽഫ ഔട്ട് സൈഡ് എടുക്കാം. കാരണം ആൽഫ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ആൽഫ. അപ്പോൾ അല്ലേ അവിടെ ഈക്വൽ ടു 1 to n ആണ്. അപ്പോൾ ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കാം. സോ ആൽഫ ഇൻറ്റു ഈക്വൽ ടു 1 to n AI മെഷർ ഓഫ് EI പ്ലസ് ബീറ്റ ഇൻറ്റു സിഗ്മ BI മെഷർ ഓഫ് EI. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്രൽ ഓവർ ഫൈ ഓവർ E. സോ വിച്ച് ഈസ് ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഫൈ ഓവർ E പ്ലസ് ബീറ്റ ഇൻറ്റഗ്രൽ സൈ ഓവർ E. ഇനി മോണോട്ടോണിസിറ്റി അല്ലേ. മോണോട്ടോണിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫൈ ലെസ് ദാൻ ഈക്വൽ ടു സൈ ഓൺ E എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, നമ്മളത് അസ്യൂം ചെയ്തു. ദെൻ അതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ ഈറ്റ എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഈറ്റ 0 ആവാം പോസിറ്റീവ് ആവാം അല്ലേ, കാരണം എന്താണ്, സൈ ആണ് വലുത്. ഓക്കെ, നൗ ബൈ ലീനിയാരിറ്റി വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഇൻറ്റഗ്രൽ ഓവർ E phi minus integral over integral psi over E minus integral phi over E can be written as linearity അനുസരിച്ച് എന്ത് എഴുതാം, ഈ സം ഇങ്ങനെ എഴുതാം. അതായത് ഇൻറ്റഗ്രൽ ഓഫ് സം അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ഇൻറ്റഗ്രൽസ് എന്നാണ്. അപ്പോൾ സൈ മൈനസ് ഫൈ എന്ന് എഴുതാം. ഇത് ഈറ്റയാണ്. ഈറ്റ എന്ന് പറയുന്നത് പോസിറ്റീവാണ് അല്ലേ. സോ ഇൻറ്റഗ്രൽ ഓവർ E ഈറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 which means this is greater than or equal to 0. That is integral psi over E minus integral phi over E is greater than or equal to 0, which implies integral over E psi is greater than or equal to integral over E phi. അല്ലേ, ഇതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, മോണോട്ടോണിസിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വി പ്രൂവ്ഡ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ the Lebesgue integral, that is the law. ഫസ്റ്റ് നമ്മൾ ഡബർഗ് സമ്മും ലോവർ റേമാൻ ഇൻറ്റഗ്രൽ അപ്പർ റേമാൻ ഇൻറ്റഗ്രൽ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടാണ് റേമാൻ ഇൻറ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അല്ലേ. അതുപോലെ നമ്മൾ ഒരു ലോവർ ആൻഡ് അപ്പർ Lebesgue integral ഡിഫൈൻ ചെയ്യാൻ പോകണം. സോ ഫോർ ദാറ്റ് വി ആർ സപ്പോസിങ്
a bounded real valued function f defined on a set of finite measure e. Then the lower and upper Lebesgue integral is defined as supremum integral over e phi, where phi is simple and phi less than or equal to f on e. ഇയിൽ എഫിനെക്കാട്ടിലും ചെറിയ ഫൈ ഇതിനർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ദ ഡൊമൈൻ ഇ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ സിമ്പിൾ ഫങ്ഷൻസും എടുത്ത് അങ്ങനെയുള്ള സിമ്പിൾ ഫങ്ഷൻസിൻ്റെ എല്ലാം ഇൻറ്റഗ്രലിൻ്റെ സുപ്രീമം വാല്യൂ എന്താണോ അതാണ് ലോവർ ലെബേക്ക് ഇൻറ്റഗ്രൽ. അതുപോലെ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇയിൽ കേട്ടോ, സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ സിമ്പിൾ ഫങ്ഷൻസിൻ്റെയും കൺസിഡർ ചെയ്ത് അതിൻ്റെ എല്ലാ ഇൻറ്റഗ്രലിൻ്റെ ഇൻഫീമം വാല്യൂ ആണ് അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഫ് ബൗണ്ടഡ് ആയതുകൊണ്ടും by the monotonicity property of the integral for simple function, the lower and upper integrals are finite and the upper integral is always at least as large as the lower integral. അപ്പോൾ ലോവർ ഇൻറ്റഗ്രലിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാം. ഈക്വൽ ടു എന്ന് പറയുന്ന കേസ് ആകുമ്പോൾ നമുക്ക് ലെബേക്ക് ഇൻറ്റഗ്രബിൾ ആണ്, അല്ലെങ്കിൽ അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഓക്കെ, ദെൻ ലെബേക്ക് ഇൻറ്റഗ്രൽ കേട്ടോ. എ ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് ഓൺ എ ഡൊമൈൻ ഇ of finite measure is said to be Lebesgue integrable over E provided its upper and lower integrals over E are equal. The common value of the upper and lower integrals are called Lebesgue integral or simply integral of f over E, and we denote as like this, integral of f over E. Next theorem, let f be a bounded function defined on a closed bounded interval ab. If f is Riemann integrable over closed interval ab, then it is Lebesgue integrable over ab and the two integrals are equal. അപ്പോൾ എന്താ പ്രൂവ് ചെയ്യാൻ പോണേ? ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്, അത് ഡിഫൈൻ ചെയ്യുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിലാണെങ്കിൽ റീമാൻ ഇൻറ്റഗ്രബിൾ, അത് അങ്ങനെ ചെയ്യുന്ന എല്ലാ റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസും അല്ലെങ്കിൽ എവറി റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് which is defined, bounded function which is defined on closed bounded interval will be Lebesgue integrable. അതാണ് പ്രൂവ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് ലെബേക്ക് ഇൻറ്റഗ്രലിൻ്റെയും അതുപോലെ റീമാൻ ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ മാത്രം അവിടെ യൂസ് ചെയ്യാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ റീമാൻ ഇൻറ്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീമം ഓഫ് റീമാൻ ഇൻറ്റഗ്രൽ ഓവർ ഐ phi is a step function such that phi less than or equal to f equal to infimum of Riemann integral of psi over I, but psi is a step function such that f less than or equal to psi. അത് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ലെബേക്ക് ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ എന്ത് പറയാം? സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ ആണല്ലേ. അപ്പോൾ സുപ്രീമം കളക്ഷൻ ഓഫ് ഐ ഓഫ് phi psi is simple, phi is simple or phi less than or equal to f which is equal to infimum integral over I psi such that psi is simple f less than or equal to psi. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? റീമാൻ ഇൻറ്റഗ്രബിൾ ലെബേക്ക് ഇൻറ്റഗ്രബിളാണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ടിക്ക് ചെയ്തത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ലെബേക്ക് ഇൻറ്റഗ്രബിൾ എന്ന് പറയാം. പക്ഷേ സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ കേസിലാണെങ്കിലാണ് റീമാൻ ഇൻറ്റഗ്രബിൾ. എവറി സ്റ്റെപ്പ് ഫംഗ്ഷൻ സിമ്പിളാണ് അല്ലേ. അതായത് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലെബേക്ക് ഇൻറ്റഗ്രബിൾ ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഒക്കെ സിമ്പിൾ ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. സോ റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആർ ലെബേക്ക് ഇൻറ്റഗ്രബിൾ. ഒരു എക്സാമ്പിളാണ് നമ്മൾ റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എന്തായിരുന്നു ഓർമ്മയുണ്ടാവും? ഡിറിഷ്ലെ ഫംഗ്ഷൻ അല്ലേ. ബട്ട് ഇറ്റ് ഈസ് ലെബേക്ക് ഇൻറ്റഗ്രബിൾ. ദ സെറ്റ് of rational numbers in closed interval 0, 1 is a measurable set of measure 0. അതെന്തുകൊണ്ടാണ്? ഈ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ സെറ്റിൻ്റെ മെഷർ എന്താണ്? 0 ആണ്. ഈ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 റാഷണൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് മൊത്തം 6 തന്നെ കൗണ്ടബിൾ ആണ്. ഇൻ പെർട്ടിക്കുലർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 അത് കൗണ്ടബിൾ ആണ്. അത് കൗണ്ടബിൾ ആയതുകൊണ്ട് എന്താണ്? ഈയുടെ മെഷർ 0 ആണ്. Okay, so the Dirichlet function f is the restriction to closed interval 0, 1 of the characteristic function of e, that is chi e. Thus, f is integrable over closed interval 0, 1 and integral of
F/0 1 is equal to നമ്മൾ എങ്ങനെ എഴുതിയത് 1 ഇൻറ്റു കൈ ഇ എന്നുള്ള ഫോമിൽ അല്ലേ. ബാക്കി എന്താണ് വാല്യൂ 0 ആണ്. ഇയിൽ വാല്യൂ കൈ ഇയിൽ എന്താണ് ഇ എന്ന് പറയുന്നത് 1 ഇഫ് എക്സ് ഈസ് റാഷണൽ എന്ന് വരും, അല്ലെങ്കിൽ 0 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു കൈ ഇ എന്ന് വരും. കൈ ഇ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ഇ എന്താണ് റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ അത് കൗണ്ടബിൾ ആണ്. അപ്പോൾ ആ സെറ്റിൻ്റെ മെഷർ 0 ആണ്. സോ ഇൻറ്റഗ്രൽ ഈസ് 0. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇത് ചെയ്യണം. ലെറ്റ് എഫ് ബി എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ, ദെൻ എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ. എഫ് ഒരു ബൗണ്ടഡ് മെഷറബിൾ ആണ്, അങ്ങനെയാണെങ്കിൽ എഫ് ഇൻറ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പോണേ, എന്നൊരു നാച്ചുറൽ നമ്പർ എടുത്തു. സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ യൂസ് ചെയ്ത് വി ക്യാൻ ഫൈൻഡ് വിത്ത് ദിസ് എപ്സിലോൺ ഈക്വൽ ടു 1/n വി ക്യാൻ ഫൈൻഡ് 2 സിമ്പിൾ ഫംഗ്ഷൻസ് phi n and psi n such that phi n less than or equal to f less than or equal to psi n on e. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് രണ്ട് സിമ്പിൾ ഫംഗ്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്, ഏത് ബൗണ്ട് മെഷറബിൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും. ഓക്കെ, ഇനി ഈ phi n ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi n ആയതുകൊണ്ട് psi n മൈനസ് phi n പോസിറ്റീവാണ്. ഓക്കെ ആണ്. ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നാണ് നമ്മൾ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മയിൽ പറഞ്ഞത് അല്ലേ. എപ്സിലോൺ എന്താ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ 1/n ആണ്. സോ ബൈ മോണോട്ടോണിസിറ്റി അനുസരിച്ച് ഞാൻ ത്രൂ ഔട്ട് ഇത് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് വരും, ഇൻറ്റഗ്രൽ ഓഫ് 0 0 വന്നു. ഈ ഭാഗത്ത് ഇൻറ്റഗ്രൽ എന്ത് വരും, ഇൻറ്റഗ്രൽ ഓവർ ഇ എന്ന് വരുമ്പോൾ ഇൻറ്റഗ്രൽ psi n ഓവർ ഇ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് phi n ഓവർ ഇ എന്ന് വരും. ഓക്കെ ആണ്. നൗ ദിസ് ഇസ് ദിസ് വൺ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു മെഷർ ഓഫ് ഇ എന്ന് വരും. 1/n കോൺസ്റ്റൻ്റ് ആണ്. 1/n ഇൻറ്റു മെഷർ ഓഫ് ഇ എന്ന് വരും അല്ലേ. ആൻഡ് ദിസ് ഇസ് ട്രൂ ഫോർ എവരി n അല്ലേ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഹൗവർ നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്, അപ്പർ ലെബേക്ക് ഇൻറ്റഗ്രബിൾ എന്തായാലും ലോവർ ലെബേക്ക് ഇൻറ്റഗ്രലിനേക്കാളും കുറച്ച് വലുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെങ്കിൽ അത് ഓൾറെഡി ലെബേക്ക് ഇൻറ്റഗ്രബിളായി, അല്ലെങ്കിൽ കുറച്ച് വലുതായിരിക്കും അല്ലേ. സോ ഇൻഫീമം ഓഫ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ലെബേക്ക് ഇൻറ്റഗ്രബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ്, അത് കുറച്ച് വലുതാണ്. അതായത് ഈ ഡിഫറൻസ് എന്തായാലും പോസിറ്റീവാണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ psi n over e minus integral of phi n over e, which is nothing is less than or equal to 1/n measure of n. This inequality is true for every n അല്ലേ. സോ n tends to infinity ഇതെന്താവും 0 ആവും അല്ലേ. അതായത് they are equal, that is lower and upper Lebesgue integrals are equal, hence the function is integrable. ഇനി ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്കുള്ള ഒരു പാരഗ്രാഫാണ്. ഓക്കെ, കോൺവേഴ്സ് ഓഫ് ദ തിയറം ഈസ് ഓൾസോ ട്രൂ. ബൗണ്ടഡ് ഫംഗ്ഷൻ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലേ, ഡിഫൈൻ ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ആണെങ്കിൽ ലെബേക്ക് ഇൻറ്റഗ്രബിൾ എന്നാണ് പറഞ്ഞത്. തിരിച്ചും ശരിയാണ്. അതായത് ലെബേക്ക് ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മെഷറബിൾ ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. നമ്മളത് പിന്നീട് പഠിക്കും കേട്ടോ, അതിൻ്റെ പ്രൂഫ്. ഓക്കെ, this shows in particular that not every bounded function defined on a set of finite measure is Riemann integrable. In fact, for any measurable set E of finite positive measure, the restriction to E of the characteristic function of each non-measurable subset of E fails to be Lebesgue integrable. എപ്പോഴൊക്കെയാണ് Lebesgue integrable അല്ലാതിരിക്കുക എന്നുള്ള കേസും കൂടി നമ്മളവിടെ പറയും അല്ലേ. ഓക്കെ.